നമസ്കാരം. യൂറോളജി വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ പരിഹാരം കാത്തുകിടക്കുകയാണ്. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നത് മാത്രമല്ല, ശരിയായ ചികിത്സ കിട്ടാതെയും മരുന്നുകളില്ലാതെയും ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതെയും ശുചിത്വത്തിന്റെ കുറവും ഉൾപ്പെടെ ദുരനുഭവങ്ങളുടെ പരാതിപ്പെട്ടുകളുമായി പതിനായിരങ്ങൾ ഇന്നും നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ വരാന്തകളിലുണ്ട്. സിസ്റ്റത്തിന്റെ തകരാറോ വകമാറ്റാൻ പണമില്ലാത്തതോ കാരണങ്ങൾ എന്തു തന്നെയായാലും ആരോഗ്യ പരിപാലനത്തിലെ സർക്കാർ വീഴ്ചയായി മാത്രമേ ഈ സംഭവങ്ങളെ കാണാനാകൂ. ₹1 പോലും പർച്ചേസ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവിക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കായി ഉദ്യോഗസ്ഥ പ്രമാണികളെയും നേതാക്കളെയും കാണാൻ പോയി ചെരുപ്പ് തേഞ്ഞതിന്റെ വേദന പങ്കിട്ട ഡോക്ടർ ഹാരിസിന്റെ ആത്മാർത്ഥത വാഴ്ത്തപ്പെട്ടെങ്കിലും പുറത്തു വന്ന കൊടും വീഴ്ചയുടെ പരിഹാരം ഇനിയുമാകാത്തതിന് കാരണമെന്ത്? ആർക്കും എന്നും എപ്പോഴും ആശ്രയിക്കാവുന്ന ആരോഗ്യ കേന്ദ്രങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറാൻ നാം ഇനി എത്ര കാത്തിരിക്കണം? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ ഡോക്ടർ വി രാമൻകുട്ടി, ആരോഗ്യ വിദഗ്ധനും തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ റിസർച്ച് ഡയറക്ടറുമാണ് അദ്ദേഹം. പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ, കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനിലെ ഡോക്ടർ റോസ്നാരോ ബീഗം, ഒപ്പം തന്നെ കൊല്ലത്ത് കാലൊടിഞ്ഞതിനെ തുടർന്ന് ഒരു 85-കാരിയായ ചെല്ലമ്മയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു. അവിടെ അവർക്ക് ചെലവായത് 85,000 രൂപയാണ്. സിറിഞ്ച് ഉൾപ്പെടെയുള്ള ഈ ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും വാങ്ങി നൽകേണ്ടി വന്നു എന്നാണ് ചെല്ലമ്മയുടെ പരാതി. ചെല്ലമ്മയുടെ മകൻ ബാബു ഇന്ന് ഈ ചർച്ചയിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ദുരവസ്ഥ നേരിട്ട മറ്റൊരു രോഗിയുടെ ബന്ധു കൂടി ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നു. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയം കേരളത്തിലെ ആതുര മേഖലയിൽ സംഭവിക്കുന്ന പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്താനുള്ള ഒരു ചർച്ച എന്ന നിലയിലാണ് എൻകൗണ്ടർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയ സംവാദം ഞങ്ങൾ ഒഴിവാക്കുന്നു. ഞാൻ അതിഥികളിലേക്ക് കടക്കട്ടെ. ഡോക്ടർ റോസ്നാരോ ബീഗം, ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ പൊതുസമൂഹം അറിയുന്നത് ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള ചില തുറന്നു പറച്ചിലിലൂടെയാണ്. ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ ഒരു 4-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. അവർക്ക് മുന്നിലും ഡോക്ടർ ഹാരിസ് മൊഴി നൽകിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ്, ശസ്ത്രക്രിയകൾ മാറ്റിവെക്കപ്പെടുന്നു എന്നാണ്. ഇതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിനായി ചിലവഴിക്കേണ്ട തുകയുടെ വലിയൊരു ശതമാനം ഈ ധനവകുപ്പ് വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? ഇങ്ങനെയൊരു പ്രശ്നം വിവാദമായിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ റോസ്നാരോ ബീഗം, താങ്കൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ഒരു ശരാശരി ഒരു ഹെൽത്ത് ബജറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു 6.2% ആണ്. കേരളത്തിലത് 5.5%. അപ്പോൾ ഇന്ത്യയുടെ ഒരു ശരാശരി ടോട്ടൽ ബഡ്ജറ്റ് അലൊക്കേഷനിലെ പെർസെൻറ്റേജിനേക്കാളും കുറവാണ് കേരളത്തിലെ ബജറ്റ് അലൊക്കേഷൻ ഹെൽത്തിൽ. പക്ഷെ നമ്മൾ നൽകുന്ന സേവനങ്ങളെന്ന് പറഞ്ഞാൽ അതുമായിട്ട് കമ്പയറബിൾ അല്ലാത്ത രീതിയിൽ വളരെ നല്ല സേവനങ്ങൾ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ബജറ്റ് അലൊക്കേഷൻ വന്നാൽ പോലും അത് പിന്നീട് വീണ്ടും വെട്ടിക്കുറയ്ക്കുകയാണ് സാമ്പത്തിക പരിമിതി പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാരിസ് സാറ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, അതായത് ഫയലുകളുടെ മെല്ലപ്പോക്ക്, അതോടൊപ്പം തന്നെ ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേഷൻ, അത്യാവശ്യമുള്ള ഒരു പോസ്റ്റ് ക്രിയേഷൻ എഴുതിയാൽ പോലും അതിൽ പല പോസ്റ്റുകളും അനുവദിക്കാൻ പറ്റില്ല, അതിന് നിങ്ങൾ വേറെ വഴി നോക്കിക്കൊള്ളണം എന്നുള്ളൊരു ഫൈനാൻസിൻ്റെ ഒരു നിർദ്ദേശം തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മിനിമം പോസ്റ്റുകൾ വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വളരെയധികം സ്ട്രെസ്ഡ് ആണ്. വളരെ കുറച്ച് പേരെ വെച്ച് ഇത്രയധികം ഡ്യൂട്ടി എടുക്കുക, ഇത്ര പേഷ്യൻസിനെ നോക്കുക. അപ്പോൾ ഒരു HOD എന്ന് പറയുമ്പോൾ HODക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയോടൊപ്പം തന്നെ പേഷ്യൻസിനെ നോക്കുക എന്ന് പറയുമ്പം കേരളത്തിലുള്ള ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് അവർക്കൊരു ഡിസിഷൻ, ഹയർ ഡിസിഷൻ വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആൻഡ് എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം.
അതോടൊപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് MBBS വിദ്യാർത്ഥികളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുണ്ട്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകളിലുള്ള സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിറക്കണം. നിങ്ങൾ ഈ കാണുന്ന പ്രൈവറ്റ് കോളേജുകളിൽ ഇരിക്കുന്നവരും സർക്കാർ കോളേജുകളിലായാലും സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നവർ തന്നെയാണ്. അപ്പോൾ അവരെ കുറ്റമറ്റ രീതിയിൽ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുക എന്നുള്ളത് ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല. അപ്പോൾ ഇതിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യേണ്ടപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ആലീഡ് സർവീസസ്, ഇതൊക്കെ ഞങ്ങൾക്ക് സീംലെസ്ലി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റണം. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഈ ഡോക്ടേഴ്സിൻ്റെ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം നമ്മൾ എപ്പോഴും മാക്സിമം ഞങ്ങളുടെ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണം. അതോടൊപ്പം തന്നെ വരുന്നവരെ അട്രാക്റ്റീവായിട്ട് അവരെ ഇതിൽ നിർത്തണം. ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ പേ ഉൾപ്പെടെ ഡീസൻ്റായിട്ടുള്ളൊരു പേ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇവർ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് മെല്ലെപ്പോക്ക് വരുന്നതും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ ഞാൻ കേൾക്കുകയുണ്ടായി, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്, ബ്യൂറോക്രസിയിൽ ഇത്ര കാര്യങ്ങൾ വേണം, അത് കഴിഞ്ഞാലേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. പക്ഷേ സിസ്റ്റം മാറണം. നമ്മൾ എവിടെയൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇൻ്റർവെൻഷണൽ ന്യൂറോളജി, ഇൻ്റർവെൻഷണൽ കാർഡിയോളജി, നമ്മളിപ്പോൾ ടാർഗറ്റഡ് തെറപ്പി, അതായത് നമ്മൾ പുറത്തുനിന്ന് റേഡിയേഷൻ കൊടുക്കുന്നതിന് പകരം കറക്റ്റ് ആ സെല്ലിൽ പോയി റേഡിയേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വരെ നമ്മുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞു. ദെൻ വൈ കാൺട്ട് ബി ചേഞ്ച്? നമ്മളിത് മാറണം. നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് വരണം, എല്ലാത്തിനും ഡിസിഷൻസിന് സ്പീഡ് വരണം. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ ജീവൻ വെച്ചിട്ടാണ്. അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് സമയത്ത് അവർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളൊരു ചേഞ്ച് ഉണ്ടാവണം. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങളല്ല, നേരത്തെയും ഉള്ളതാണ്. എല്ലാവർക്കും ഈവൻ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ പലപ്പോഴും KGMCT പല ഫോറംസിലും പ്ലാറ്റ്ഫോംസിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ ഡോക്ടർ റോസ്ന ബീഗം, താങ്കൾ പറയുന്നത് ഇതിൽ ഡോക്ടർമാരൊക്കെ നിസ്സഹായരാണ്. അതെ, താങ്കൾ പറഞ്ഞത് ഈ ഡോക്ടർമാർ മുഴുവൻ സമയവും സേവന സന്നദ്ധരായി അവരുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ. അങ്ങനെയാണെങ്കിൽ അവരുടെ വേഗത്തിനൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം ഒരു സിസ്റ്റം ചലിക്കുന്നില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അങ്ങനെ വന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്നാണോ താങ്കളും പറയുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ, ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ വേണ്ട ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതുപോലെ ഹൃദയ ശസ്ത്രക്രിയയുടെ ഭാഗമായി വേണ്ട സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഇതിലെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഇതൊക്കെ ലഭിക്കുന്നതിന് തടസ്സമുണ്ട് എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് ഇതൊക്കെ ഇതുവരെ നൽകിയ കമ്പനികൾക്ക് വലിയൊരു തുക, ഏതാണ്ട് 600 കോടിയിലധികം തുക സർക്കാർ അവർക്ക് നൽകാനുണ്ട്. അത് കുടിശ്ശികയായി കിടക്കുന്നു. 2025 ജനുവരിയിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്ന് പറഞ്ഞാൽ പണമില്ലാത്തത് കൊണ്ട് ശ്വാസം മുട്ടുന്ന ആശുപത്രികൾ, അതിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഡോക്ടർമാർ, ഇതാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതിന്റെ രത്ന ചുരുക്കം? പല സ്കീമുകളിലായിട്ട് പോലും നമുക്ക് ഒരുപാട് കാശ് മെഡിക്കൽ കോളേജുകൾക്കും ബാക്കി ഹെൽത്ത് സെൻറ്റേഴ്സിനും ഒക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് കിട്ടിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ അത് മൂവ് ചെയ്ത് പ്രയോറിറ്റി നിശ്ചയിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രയോറിറ്റി അല്ല, എല്ലാ ആവശ്യങ്ങൾക്കും ഒരേ പ്രയോറിറ്റി അല്ല. അപ്പോൾ പ്രയോറിറ്റി നിശ്ചയിച്ച് ഏറ്റവും അധികം പ്രയോറിറ്റി വേണ്ട കാര്യങ്ങളിൽ സ്പീഡിൽ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ആവശ്യം. ശരി ഡോക്ടർ, നമ്മളുടെ രാമൻകുട്ടി സാർ, ഞാൻ താങ്കളിലേക്കൊക്കെ വരുന്നതിന് മുൻപ്, ഡിജോ കാപ്പൻ താങ്കളിലേക്കൊക്കെ വരുന്നതിന് മുൻപ്, ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ 2 പേർ പങ്കെടുക്കുന്നുണ്ട്. 2 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായ 2 രോഗികളുടെ ബന്ധുക്കളാണ്. അതിൽ ഒരു അമ്മയുടെ മുഖം നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അവരവരുടെ ഐഡന്റിറ്റി പുറത്ത് കാണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റു പേര് വിവരങ്ങളോ മേൽവിലാസമോ ഒന്നും ഞങ്ങൾ ഈ ചർച്ചയിൽ പറയാത്തതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തതും. മറ്റൊരാൾ കൊല്ലത്ത് കാലൊടിഞ്ഞതിനെ തുടർന്ന് ഒരു 85 വയസ്സുകാരിയായ ചെല്ലമ്മ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അതിന് അവർക്ക് 85,000 രൂപയാണ് ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർക്ക് ചിലവായത്. അതായത് അവർ പറയുന്നത് മരുന്ന് ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും അവരുടെ കയ്യിൽ നിന്ന് കാശിറക്കി വാങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നതാണ്. മാത്രമല്ല അവരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാലൊടിഞ്ഞ 85-കാരിയുടെ ശസ്ത്രക്രിയ നടത്തിയത്. അവരുടെ മകൻ ബാബുവാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ബാബു, ഈ
അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ 85,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി എന്നാണ് പറയുന്നത്. എന്തിനാണ് ആ പണം, എന്തിനു വേണ്ടിയാണ് അത് ചിലവാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? ഡോക്ടർ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഇല്ല, ഡോക്ടർ ഒരു കാര്യം പറഞ്ഞില്ല. ഹലോ, പറഞ്ഞോളൂ ബാബു, കേൾക്കുന്നുണ്ട്. സാറേ കേൾക്കുന്നുണ്ട് ബാബു, പറഞ്ഞോളൂ. ഞാൻ എൻ്റെ അമ്മ 13-ാം തീയതിയാണ് എൻ്റെ അമ്മ വീണ്. 12-ാം തീയതി വീണു. 12-ാം തീയതി എൻ്റെ അമ്മ വീഴുന്ന ജൂൺ 12-ാം തീയതി വീണു. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ പൊല്ലൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറൊന്നും നോക്കി പോലും ചെയ്തില്ല. എനിക്ക് നേരെ മെഡിക്കൽ കോളേജിലേക്ക് തരികയായിരുന്നു ചെയ്തത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ 2010 എടുത്തൊരു എക്സ്പയർ കാർഡ്, ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ആധാറല്ല, നമ്മുടെ ചികിത്സാ കാർഡ്. അത് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതൊക്കെ എക്സ്പയർ ഡേറ്റ് ആയിപ്പോയി. ഞാൻ എന്നിട്ട് കാരുണ്യയിൽ പോയി, മറ്റുള്ള സ്ഥലത്ത് പോയി. ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും ഡോക്ടർ എഴുതി തന്ന മൊത്തം സാധനങ്ങളും ഞാൻ വെളിയിൽ നിന്നാണ് മേടിക്കുന്നത്. കാഷ്വാലിറ്റി കയറിയതിന് ശേഷം, അതായത് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കയറി ഇങ്ങേറ്റം എൻ്റെ അമ്മയ്ക്കൊരു ട്രിപ്പ് ഇടുന്ന ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ്, അത് കഴുകി വയ്ക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കഴുകി വയ്ക്കാൻ ഞാൻ 12 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ എന്നെ ഡിസ്ചാർജ് ആക്കിയത് 25-ാം തീയതി. എൻ്റെ അമ്മയുടെ ഒരു കാല് 2022 ഒടിഞ്ഞ്. 2022 എൻ്റെ അമ്മയുടെ ഒരു കാലൊടിഞ്ഞതാണ്. അന്ന് കാരുണ്യ പദ്ധതിയിൽ എനിക്കൊരു ചെറിയ സഹായം കിട്ടി. ഇപ്പം ഈ വലത്തെ കാലൊടിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും കൊണ്ട് വന്ന് അത് പറയാൻ പറ്റത്തില്ല. എത്ര രോഗികൾ അവിടെ കഷ്ടപ്പെടുന്നറിയോ? എത്ര രോഗികൾ. എൻ്റെ അമ്മയുടെ കാര്യം കളാം, എത്ര രോഗികൾ. എൻ്റെ അമ്മയുടെ കാര്യം മാത്രമല്ല, ഞാൻ ഒരു നിസ്സാരപ്പെട്ട രാവിലെ വരും, ഒരു ട്രിപ്പ് ഇടുന്നതിന് അതിന് നമ്മൾ ട്യൂബ് എടുത്ത് കൊടുക്കണം. ആ ട്യൂബ് നമ്മൾ കഴുകി വയ്ക്കണം. കഴുകി നമ്മളൊരു കവറിനകത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. സാധനമില്ല, സിസ്റ്റർമാർ പറയുക സാധനമില്ല. 27-ാം പാർട്ടിലുള്ള അനുഭവം ഞാൻ പറയുന്നത്. 27-ാം പാർട്ടിലുള്ള എൻ്റെ അനുഭവം പറയുമോ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. ഈ 85,000 ചിലവായെന്ന് പറഞ്ഞാൽ റാഡെടുക്കാൻ ഭഗവതി മെഡിക്കലിൽ പോകണം, മറ്റടുത്ത് പോകണം, മരുന്ന് മേടിക്കാൻ. ഒരു മരുന്ന് ഞാൻ HL പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ കാരുണ്യയിൽ പോയി. എനിക്ക് തുണ്ടെഴുതി തരുന്ന അവിടെ ഒന്നും ഒരു മരുന്നില്ല. ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് മേടിക്കണം. ഔട്ട് സൈഡിൽ നിന്നാണ് മരുന്ന്. ഞാൻ SITയുടെ അവിടെ പോയി മരുന്നിന്. ഞാൻ SITയുടെ മുമ്പിൽ ചെന്ന് ഞാൻ മരുന്ന് മേടിക്കാൻ ചെന്നു. എൻ്റെ വിഷമമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ 13 ദിവസത്തെ ഒരു വിഷമം കൊണ്ട് പറയുമോ? എൻ്റെ അമ്മ എങ്ങനെയാലും എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കണ്ടത്. പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ അവിടെ പോയത്. ഞാൻ ആരെ കുറ്റം എനിക്ക് പറ്റിയത് വേറൊരാൾക്ക് പറ്റാൻ പാടില്ല. എത്ര ആ 27-ാം വാർഡിൽ 28-ാം വാർഡിൽ എത്ര രോഗികൾ അവിടെ തറയിൽ കിടക്കുന്നറിയോ? തറയിൽ. ആ 27-ാം വാർഡിൽ 15-ാം തീയതി ഒരു ലിഫ്റ്റ് കേടായിരുന്നു. ആ ലിഫ്റ്റിനകത്ത് കൊണ്ടുവരാക്കുന്ന റാമ്പിനകത്തൂടെ രോഗികളെ ഞങ്ങൾ താഴെ ഇറക്കിയത്. ഇതാരെങ്കിലും അറിയുമോ? ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നോ? അന്നേരം അവിടെ ഇരിക്കുന്ന രാത്രി ആകുമ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ 2-ാം വാർഡ് വരെ, 2-ാം നില വരെ ലിഫ്റ്റ് പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് കയറിയിട്ട് 1-ാം നിലയിൽ കയറണം. 3-ാം നിലയിൽ കയറണമെങ്കിൽ ലിഫ്റ്റില്ല. ഒരു രോഗിയെ പെട്ടെന്ന് ഒരു ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകാനോ, ഒരു എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകാനോ, ഒരു ഹാർട്ടോളജി കൊണ്ടുപോകാനോ അവിടെ ലിഫ്റ്റില്ല. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അല്ല. 2022 ഇതേപോലെ എൻ്റെ അമ്മയെ കൊണ്ടുപോയി എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഉള്ളത് ഞാൻ പറയാം. 2022 എൻ്റെ അമ്മ ഇതേപോലെ വലത്തേക്കാൽ ഒടിഞ്ഞതായിരുന്നു. ഞാൻ എന്നിട്ട് സൂപ്രണ്ട് ഓഫീസിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ സൂപ്രണ്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് പറയാം, അവിടെ ഒരു മേഡം ഇരിപ്പുണ്ട്. മേഡം, എങ്ങനെയെങ്കിലും എനിക്കൊരു ആ കമ്പി ഇടാനുള്ള പൈസയെങ്കിലും നിങ്ങളൊന്ന് ശരിയാക്കിത്താം. ഇല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് 85 വയസ്സായിപ്പോയി, ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല. 85 വയസ്സ് അമ്മ നമ്മൾ കളയാൻ പറ്റുമോ? 85 വയസ്സ് അമ്മയെ കളയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ലല്ലോ. ഇൻഷുറൻസ് കാർഡുണ്ട്, അതൊന്ന് പുതുക്കി തന്നാൽ മതി. പുതുക്കി ചെല്ലുന്നിടത്ത് ആ ഓപ്പറേഷൻ തിയേറ്റർ A ബ്ലോക്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഒരു ആധാർ കാർഡ് പുതുക്കുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവർ പറയുക ഇവിടെ നടക്കത്തില്ല. നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ അത്രയും രോഗികൾ അവിടെ ഉണ്ട്. അത്രയും രോഗികളുണ്ട്. ഇത് ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞേ. എനിക്ക് വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് 85,000 ചിലവായെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക്
അവിടെ നിന്ന് ഒരു സാധനം ഞാൻ അതിൻ്റെ ബില്ലുകൾ കംപ്ലീറ്റ് ഞാൻ വേണ്ടുന്ന ചാനലുകാർക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം 8-ാം തീയതി അവിടെ ചെക്കപ്പിന് വരും. ചെക്കപ്പ് വരുമ്പോൾ എൻ്റെ അമ്മയെ ചെക്കപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ആഗസ്റ്റ് 8-ാം തീയതി ഈ അവിടുത്തെ ഈ നഴ്സുമാരുടെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു പെരുമാറ്റം എങ്ങനെയാണ് താങ്കളുടെ അനുഭവത്തിൽ ബാബു? ഞാനൊരു കാര്യം പറയട്ടെ സാറേ, അവിടെ രാത്രിയിലാവുമ്പോഴത്തേക്ക് സിസ്റ്റർമാർക്ക് 2 സിസ്റ്റർമാരേ ഉള്ളൂ. അവരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ കൊച്ചു നേഴ്സുമാർ, ചെറിയ പിള്ളേരൊക്കെ വരുന്ന അവർക്ക് നല്ല പരിചയമുള്ളവർ നമ്മളവിടെ ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ അത് മേടിച്ചുണ്ടോ ഇത് മേടിച്ചുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ മേടിക്കാത്തത്? ആ ഇഞ്ചക്ഷൻ്റെ പേര് ഞാൻ പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യണേ, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്കാണ്ട് ഇഞ്ചക്ഷൻ്റെ മരുന്ന് എടുക്കണം, ഇഞ്ചക്ഷൻ്റെ മരുന്ന് എടുക്കാൻ ഒന്ന് എഴുതി തരുമോ? അതേപോലെ ഡോക്ടർ എഴുതിയില്ലേ എന്നാ ചോദിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട് ബാബു പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഡോക്ടർ എഴുതിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സാറാ കേസിനകത്ത് എഴുതിയില്ലായിരുന്നു, അത് നമുക്ക് എഴുതിത്താ. അത് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സ്റ്റോറിൽ താഴെ നമ്മൾ ഇറങ്ങി വരുന്ന പാസ് കൊടുക്കുന്ന ആ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ കാണത്തില്ല, ചിലപ്പോൾ HL പോകും. പിന്നെ നമ്മൾ രാത്രി എവിടെ പോയെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്? സിറിഞ്ച് വരെ മേടിച്ചു കൊടുത്ത്. അതേപോലെ നെയ്യാറ്റിൻകരയുള്ളൊരമ്മ ആയിരുന്നെങ്കിൽ അവർക്ക് മക്കളില്ല. ആ അമ്മയുടെ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് അവർ തഴഞ്ഞു കളഞ്ഞതാ. അത് ബെഡ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. എൻ്റെ അമ്മ 69ാമത്തെ ബെഡിൽ കിടന്ന് ആ അമ്മ 70ാമത്തെ ബെഡിൽ കിടക്കുന്നു. ഞാൻ കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ശരി ബാബു, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഈ ബാബു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. മറ്റൊരു അമ്മ കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതേപോലെ സമാനമായ ഒരു രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തി ദുരനുഭവം ഉണ്ടായ ഒരു രോഗിയുടെ സഹോദരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു നിമിഷം വരാം. ഞാൻ രാമൻകുട്ടി ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. ഡോക്ടർ രാമൻകുട്ടി, ഈ മെഡിക്കൽ കോളേജുകൾക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു എല്ലാ സർക്കാർ ആശുപത്രികളെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുതെന്ന്. വീണ ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ 2021 2.5 ലക്ഷം പേർക്കായിരുന്നു നമ്മൾ സൗജന്യ ചികിത്സ നൽകിയിരുന്നതെങ്കിൽ 2024 ആയപ്പോഴേക്കും അത് 6.5 ലക്ഷമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആർദ്രം പദ്ധതിയിലൂടെ 1000-ലധികം തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സൗകര്യങ്ങളുടെ കാര്യത്തിലും മികച്ച ചികിത്സ നൽകുന്ന കാര്യത്തിലുമൊക്കെ ഒരുപാട് മുന്നാക്കം പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആശുപത്രികളെയും അടച്ചാക്ഷേപിക്കരുത് എന്നാണ്. ഇതിലും മോശമായ അവസ്ഥയിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മാറി എന്നതിന് ശേഷവുമുള്ള അതിൻ്റെ ബാക്കി പത്രങ്ങളാണോ ബാബുവിനെ പോലുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ നൽകുന്ന ഈ നേർസാക്ഷ്യങ്ങളായി നിൽക്കുന്നത്? ഡോക്ടർ വി രാമൻകുട്ടി, സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അവസാനം രോഗിയാണല്ലോ അത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാണല്ലോ ഇത് അനുഭവിക്കേണ്ടത്. അവരാണല്ലോ അത് പറയേണ്ടത്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ, അത് എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് പറയേണ്ടത് അവരാണ്. അല്ലാതെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ പോരല്ലോ. അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തത് പോരാ, ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആരെ ഒറ്റപ്പെടുത്തി ഒരു കുറ്റം കാണുവാൻ ശ്രമിക്കുകയല്ല. ഇപ്പോൾ തന്നെ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം പ്രോപ്പർ ചാനലിൽ കൂടെ ഒരുപാട് റെപ്രസെൻ്റ് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പലയിടത്തും പോയി പറഞ്ഞു. അദ്ദേഹത്തിന് രോഗികളോടുള്ള ആത്മാർത്ഥത കാരണം പല കാര്യം എങ്ങനെയെങ്കിലും കാര്യം നടക്കാനായിട്ട് പലരുടെയും കാല് പിടിച്ചു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നു. അതെ, അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ കഴുത്തി പിച്ചാത്തി വയ്ക്കും. ബാബു ഒരു മിനിറ്റ്, ഡോക്ടർ രാമൻകുട്ടി ഡോക്ടർ സംസാരിക്കുകയാണ്. ഒരു മിനിറ്റ് ഡോക്ടർ പറയൂ. അതെ, അപ്പോൾ അത് അദ്ദേഹം ഒരു നിവൃത്തിയില്ലാതായപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരേണ്ടി വന്നത് അദ്ദേഹത്തിന്. അത് ഇപ്പോൾ അതൊരു ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അതൊരു ഡിസിപ്ലിനറി ഒരു ബ്രീച്ച് ആയിരിക്കും. അത് അതിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തെറ്റായിരിക്കും. പക്ഷേ അങ്ങനെയല്ല അത് കാണേണ്ടത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ പിഴവുകൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന രീതിയിൽ അതിനെ ആ രീതിയിൽ സമീപിക്കാനും എവിടെയാണ് പിഴവെന്ന് കണ്ടുപിടിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് വേണ്ടതെന്ന് ചിന്തിക്കാനും ഇതിൽ കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, രാമൻകുട്ടി ഡോക്ടർ സിസ്റ്റത്തിന്റെ പോരായ്മയാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു വിശദീകരണമുണ്ടല്ലോ, അത് താങ്കൾക്ക് ഡൈജസ്റ്റ് ആയോ?
സിസ്റ്റത്തിൻ്റെ പോരായ്മ ഒരുപാടുണ്ട്. അല്ലാതെ ഒരു വ്യക്തിയുടെ പോരായ്മയായിട്ട് ഞാനും കാണുന്നില്ല. അതിന് സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് ഒരുപാട് കാലമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പലതരത്തിലുള്ള പല സ്റ്റേജിലും പല ഹെൽത്ത് സെക്രട്ടറിമാരെയും ഒരു മിനിറ്റ് രാമൻകുട്ടി ഡോക്ടറും സംസാരിച്ച് കഴിയട്ടെ. പറയൂ ഡോക്ടർ. അതായത് ഇപ്പം പല കമ്മിറ്റികളിലും ഇരുന്ന് ഇത് പലതും പണ്ട് മുതലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് ചൂണ്ടിക്കാണിക്കുകയും അതിന് പരിഹാരങ്ങൾ തേടാൻ ചില നിർദ്ദേശങ്ങളൊക്കെ ഞാൻ എന്നുള്ളതല്ല, ഞാൻ അടങ്ങുന്ന പല കമ്മിറ്റികളും പലതും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും സർക്കാർ അത് അധികമൊന്നും അംഗീകരിച്ച് കാണുന്നില്ല. അപ്പോൾ അത് അവരുടെ വിസ്ഡം, അവരുടെ ഒരു തീരുമാനം അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പോകുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു വശത്ത് ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട്. അതിപ്പോൾ നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഫിനാൻഷ്യൽ ഞെരുക്കങ്ങളുണ്ട് സർക്കാർ ആശുപത്രിയിൽ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രോഗിയെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കുന്ന അവസ്ഥ വരുന്നത്. ഈ സപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ്. സപ്ലൈ കിട്ടാത്തത് അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്. അതൊരു ചെയിനാണ് അല്ലേ. ഒരു സ്ഥലത്ത് മുടങ്ങുമ്പോൾ മറ്റതെല്ലാം മുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗി കാര്യം കാണാനായിട്ട് അവർ തന്നെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നു. അത് മോശമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റത്തിലുള്ള വന്നിരിക്കുന്ന പിഴവ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ സർവ്വസാധാരണമായ പോലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ അതൊരു വലിയ കാര്യമാണോ എന്നുള്ള മട്ടിലാണ് പലരും പ്രതികരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെയല്ല വേണ്ടത്. അത് നമ്മുടെ ഒരു ഫെയിലിയറായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കുറേയും കൂടി സൗജന്യമായ ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചിലവായ പൈസ ഇനി എവിടുന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ ഞങ്ങൾ എക്സ്പേർട്സൊക്കെ പറയുന്ന പോലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ ഹൈ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് അതിൻ്റെ വാസ്തവം. അതായത് അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാമൻകുട്ടി ഡോക്ടർ, ഞാൻ ഒരു മിനിറ്റ് ബാബു, ഒരു മിനിറ്റ്. ശ്രീ ഡിജോ കാപ്പൻ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വകുപ്പിൽ മാത്രം സംഭവിച്ച ഒരു പിഴവ്, അതല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? അതല്ല, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗികളെ കുഴപ്പത്തിലാക്കുന്ന, അവരെ അകറ്റുന്ന, സാധാരണക്കാരായ നിർധനരായ രോഗികളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം, ഒരു കെടുകാര്യസ്ഥത, ഒരു നിസ്സംഗതാ മനോഭാവം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വിഷ, ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെയോ ആരോഗ്യ വകുപ്പിൻ്റെയോ മാത്രം പ്രശ്നമല്ല വരാൻ പോകുന്നത്. നമ്മുടെ കേരള സംസ്ഥാനം ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ്. 1982 മുതലാണ് നമ്മളിവിടെ കമ്മി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതിങ്ങോട്ട് വന്ന് 2000 ആയപ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര രൂപം വന്നപ്പം ഞങ്ങളൊന്നും ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ പോലും നമ്മൾ നടത്തിയിരിക്കുന്ന സെമിനാറുകളും അവിടെയൊക്കെ എക്സ്പേർട്സ് പറഞ്ഞത് വെച്ചിട്ട് ഇത് വലിയ അപകടത്തിലേക്ക് നിങ്ങൾ പോകും എന്ന് പലപ്പോഴായി സാമ്പത്തിക കാര്യ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ആരോഗ്യവകുപ്പിന്റെ കാര്യം അറിയാൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഇടവന്നത് ഒരു സത്യസന്ധനായ, ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടർ പൊതുസമൂഹത്തോട് ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ 2024-25 ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് 11,000 കോടി രൂപയാണ്. അതെങ്ങനെ അന്ന് നമ്മുടെ ഭരണകക്ഷി MLA-മാരെല്ലാം ഓരോ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്ക് പണം കൊടുത്തപ്പോൾ കൈയടിച്ച് പിറ്റേ ദിവസം വലിയ വാർത്തകളും ഒക്കെ വന്നു. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് 400 കോടി കൊടുത്തെങ്കിൽ ഇപ്പോൾ അതിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 145.65 കോടി കുറച്ചിട്ട് ബാക്കി 254.35 അനുവദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന് ബഡ്ജറ്റിൽ അന്ന് അവൻ അനുവദിച്ചത് 217 കോടിയാണ്. ഇപ്പോൾ അത് 157 കോടിയേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് വേദന തോന്നിയത് ക്യാൻസർ രോഗികൾ, ഏറ്റവും മരുന്നിന് വിലയുള്ളതും അത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന അവരുടെ ബന്ധുക്കളും, അവിടെ 73 കോടി അനുവദിച്ചിട്ട് അതിൻ്റെ 36 കോടിയേ കൊടുത്തിട്ടുള്ളൂ. മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി അനുവദിച്ചിട്ട് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ട് അതിൻ്റെ പകുതി 14 കോടി. അതുപോലെ തന്നെ കൊച്ചിയിലെ ക്യാൻസർ ഗവേഷണ കേന്ദ്രം 14.5 കോടി അനുവദിച്ചിട്ട് 9.5 കോടിയേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ജില്ലാ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ 182.13 കോടി അനുവദിച്ചിട്ട് 90 കോടിയേ കൊടുത്തുള്ളൂ. പക്ഷെ ഈ വകമാറ്റിയ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അത് കേരള ഗവൺമെൻറ് അത് പൊതുജനങ്ങളോട് പറയണം. അത് നമ്മുടെ 9ാം വാർഷികത്തിന് വേണ്ടി മാറ്റിവെച്ച 100 കോടിയിലാണോ,
അതെയോ മറ്റ് ആഡംബര കാര്യങ്ങൾക്കാണോ മാറ്റിവെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. ഒരു അസംബ്ലിയിൽ ഒരു ബഡ്ജറ്റ് പാസ്സാക്കിയിട്ട് അത് വകമാറ്റി മറ്റു തരത്തിലോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഞാൻ പറയും. ഈ ഗവൺമെൻറ് 2024-25 ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് 900 കാര്യങ്ങൾ കേരളത്തിൽ നടത്തിയെന്നാണ് പറയുന്നത്. അത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടത് 485 മുതൽ 532 വരെയുള്ള ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. അവിടെ 47 കാര്യങ്ങൾ ഗവൺമെൻറ് നേട്ടമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമെന്ന് പറയും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, ഗവൺമെൻറ്റുമായിട്ട് ആഭിമുഖ്യമുള്ള ചില ആളുകളോട് ചോദിച്ചപ്പം, നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിലില്ലേ, അവിടെ ഒരു ഡോക്ടറെ കാണാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്? ഞാനപ്പോൾ പറഞ്ഞ ഒറ്റ മറുപടി ഉള്ളൂ, നമുക്ക് കേരളത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ മുതൽ പിന്നെ ഇങ്ങോട്ട് സ്വകാര്യ ആശുപത്രിക്കാരും നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു രോഗിക്ക് അസുഖം വന്നാൽ ഉടനെ നേരെ അവൻ്റെ ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ആ പ്രാഥമിക ആശുപത്രിയിലോ, പണമുള്ളവൻ സ്വകാര്യ ആശുപത്രിയിലോ എന്ന് അന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റും, ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്നു. അതിവിടെ നഷ്ടപ്പെട്ടു. ആ ഡോക്ടർ തുറന്നു പറഞ്ഞു, രോഗികളെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും വാങ്ങിപ്പിക്കുന്നതെന്ന്. ഇപ്പം ബാബു അത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ആ മാഡം 14 ജില്ലകളിലും പോകണം, അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടണം, അവിടുത്തെ മെഡിക്കൽ കോളേജിലെയും ജില്ലാ ആശുപത്രിയിലെയൊക്കെ പ്രിൻസിപ്പൽമാരെ, സൂപ്രണ്ടന്മാരെ വിളിച്ചു കൂട്ടണം. നമുക്കൊരു പ്രയോറിറ്റി നിശ്ചയിക്കണം. നമുക്ക് അടിയന്തരമായി വേണ്ട മരുന്നുകൾ, അടിയന്തരമായി വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇതെന്തൊക്കെയാണെന്ന്. ഇപ്പം ഞാൻ സംസാരിച്ച ചില ഡോക്ടർമാർ പറയുകയുണ്ടായി, ഈ 10-600 കോടി ഗോപീശൻ തന്നെ സൂചിപ്പിച്ചു കൊടുക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അവരാരും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസിന് വിളിച്ചാൽ വരുന്നില്ല. ഞങ്ങളുടെ പണം തന്ന് നമുക്കറിയാം, 1 ഇയർ ഗ്യാരണ്ടി, 2 വർഷത്തെ ഗ്യാരണ്ടിയൊക്കെ ഉള്ള ഓരോ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ വാങ്ങിക്കും. നമ്മളത് കടം മേടിച്ചിട്ട് കടം കൊടുക്കുന്നില്ലെങ്കിൽ അവർ ആ ഗ്യാരണ്ടി അവർ തരില്ല, അവർ സ്വാഭാവികമായിട്ടും വിളിച്ചാൽ വരികയില്ല. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വിഷബാധയ്ക്ക് ചികിത്സിച്ചിട്ട് ആ കുട്ടി മരിച്ചുപോയി എന്നൊക്കെ വാർത്ത വരുന്നില്ലേ? ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ആശുപത്രികളിൽ കുമിഞ്ഞുകൂടുകയാണ്. അതൊക്കെ ആരാണിത് വാങ്ങിക്കുന്നത്? ഈ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഈ വിഷത്തിനുള്ള വാക്സിൻ അത് വടക്കേ ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ നിശ്ചിത തണുപ്പിൽ അതിവിടെ എത്തേണ്ടതാണ്. അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് അത് ആശുപത്രി വരുമ്പം അതിന് വേണ്ടുന്ന ഫ്രീസിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ രോഗി മരിച്ചു പോവും. ആ മരുന്നിനൊരു എഫക്റ്റ് ഇല്ലാതെ വരും. ഇങ്ങനത്തെ പ്രാഥമികമായ പല തെറ്റുകളുമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ഇവിടത്തെ സിസ്റ്റത്തിൻ്റെ തകരാറ്. അതും കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോഴല്ല, ഒരു 4-5 വർഷം മുമ്പ് ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പ്രപ്പോസൽ എഴുതി അയക്കുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക്. ഞങ്ങളുടെ ആശുപത്രിയിൽ അടിയന്തരമായിട്ട് ഞങ്ങളുടെ ആശുപത്രിയിലെ സ്കാനിങ് മെഷീൻ കേടായിരിക്കുന്നു, അതിൻ്റെ ലൈഫ് കഴിഞ്ഞു, അതും കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി, അടിയന്തരമായിട്ട് അതിന് പണം അനുവദിക്കണമെന്ന് പറയുമ്പം അവിടെ ഡിഗ്രി പാസ്സായി യാതൊരു മെഡിക്കൽ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ക്ലർക്കിൻ്റെ കയ്യിലോട്ട് ഇത് കിട്ടിക്കഴിയുമ്പം അദ്ദേഹം പറയും, ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഇതൊന്നും മേടിക്കേണ്ട, നിങ്ങളൊരു എക്സ്റേ മെഷീൻ മേടിച്ചാൽ മതി. അപ്പം ഒരു മെഡിക്കൽ കോളേജിൽ 10-20 കൊല്ലം വർക്ക് ചെയ്ത ആളാണ് സൂപ്രണ്ടൊക്കെ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് പോലും ഒരു വിലയില്ല. അവിടെ എന്ത് മെഷീൻ മേടിക്കണം എന്ന് ഇവിടുത്തെ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ചർച്ചയിലുള്ള ബഹുമാനപ്പെട്ട രാമൻകുട്ടി ഡോക്ടർ ഇന്നൊരു ലേഖനം എഴുതിയിരിക്കുന്നത് കണ്ടു. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ 20 കൊല്ലം മുമ്പ് അവിടെ വലിയ പ്രതിസന്ധിയായിരുന്നു. അവിടെ സ്വയംഭരണാവകാശം കൊടുത്തു കഴിഞ്ഞപ്പം അവിടുത്തെ ഗവേണിംഗ് ബോഡിക്ക് പർച്ചേസിങ്ങിനുള്ള അധികാരം കിട്ടി. അപ്പൊ അധികാരം കിട്ടിയപ്പോൾ എന്തൊക്കെയാ അവിടെ മേടിക്കേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ കഴിയും. കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് പറഞ്ഞോളൂ, അത് പൂർത്തിയായിക്കോളൂ. ഞാൻ 1 മിനിറ്റ് പറഞ്ഞോളൂ. അപ്പൊ ഈ അധികാരം ഇങ്ങനെ താഴത്തെ തട്ടിലോട്ട് പോയാൽ, നമ്മൾ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങ് താഴത്തെ തട്ടിലോട്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു, ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഒരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഞാൻ ഇനി 1 മിനിറ്റ് ശ്രീ ഡിജോ കാപ്പൻ, 1 മിനിറ്റ്. ഡോക്ടർ റോസ്നാരോ ബീഗം എന്നോട് മാഡം ഒരല്പം നേരത്തെ, അതായത് 8 മണിക്ക് മറ്റൊരു എൻഗേജ്മെന്റ് ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് 8 മണി വരെയാണ് ചർച്ചയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ഞാൻ ഡോക്ടർ റോസ്നാരോ ബീഗത്തിലേക്ക് കൊടുക്കുകയാണ്. ഡോക്ടർ റോസ്നാരോ ബീഗം, ഇപ്പോൾ ഈ ബാബുവിനുണ്ടായ അനുഭവം താങ്കൾ കേട്ടല്ലോ. ഇതുപോലെ പല രോഗികളോടും ഇപ്പോൾ
ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മെഡിസിൻസും അതുപോലെ തന്നെ അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അവർക്ക് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് വൗച്ചർ എഴുതി ഒപ്പിട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് ബില്ലുകൾ വാങ്ങി ശേഖരിക്കുന്നു. എന്നിട്ട് ഈ രോഗിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ എഴുതി ചേർത്ത് കൊടുക്കുന്നു. ഇതൊരു ഓഡിറ്റിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയാസപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ ആളുകളുടെ കുട്ടികളുടെയൊക്കെ ശസ്ത്രക്രിയ ഇങ്ങനെ മാറ്റിവെക്കുന്നത് സഹിക്കാൻ കഴിയാതെ ഞങ്ങൾ അവർക്ക് മതിയായ ചികിത്സ കൃത്യമായി കൊടുക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ നിയമവിരുദ്ധമായി പോലും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ഈ പണമില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണോ? അല്ലാതെ ഇതിനിടയിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അലംഭാവമോ ഒന്നുമില്ല എന്നാണോ ഡോക്ടർ റോസ്ന ബീഗം പറയുക? അപ്പോൾ മെഡിക്കൽ കോളേജിലെയും ജനറൽ ആശുപത്രികളിലെയും ജില്ലാ താലൂക്ക് ആശുപത്രികളിലെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണം പണമില്ല എന്നത് മാത്രമാണോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സ്കീമിൽ കാശ് കിട്ടിയില്ല എന്നുള്ളതാണ് ചികിത്സയുടെ. അപ്പോൾ ആ സ്കീമിൽ ഒരു സ്കീമിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സ്കീമിൽ പെടുത്തിയോ അല്ലാതെയോ കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഭാഗികമായെങ്കിലും അതിൻ്റെ ഒരു ചിലവ് കിട്ടിയേനായിരുന്നു. അപ്പോൾ അതിലെന്താണ് തടസ്സം എന്നുള്ളത് അത് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കേ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ വരുന്ന ഒരു രോഗി എന്ന് പറഞ്ഞാൽ എന്നോടാണ് കാര്യങ്ങൾ പറയുക. അപ്പം മാക്സിമം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. എല്ലാ തരത്തിലും ഇടപെട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് സംഘടിപ്പിച്ച് കൊടുക്കാനാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ ഫണ്ട് അവൈലബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ സിസ്റ്റം കുറച്ചുകൂടെ സ്പീഡിൽ ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, അതായത് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച കാര്യം. ശരി, വെട്ടിക്കുറച്ച പ്ലാൻ ഫണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ ഫണ്ടിൻ്റെ യൂട്ടിലിറ്റിയും അത് എത്ര നാൾ, അതായത് ഒരു ബജറ്റിൽ വന്നാൽ അത് എത്ര നാളുകൾക്കകം അതൊരു ഇൻസ്ട്രുമെൻറ്റ് പ്രൊക്യൂർമെൻറ്റിന് യൂസ് ചെയ്യുന്നു, ആ ഇൻസ്ട്രുമെൻ്റ് എന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇതൊക്കെ ഓഡിറ്റ് ചെയ്ത് അതിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്, അതായത് ഒരു 3 വർഷം മുന്നേ വന്ന ബജറ്റിലെ ഇൻസ്ട്രുമെൻറ്റ് 3 വർഷം കഴിഞ്ഞിട്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നം? അപ്പോൾ ഇതൊക്കെ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഈ പദ്ധതികളൊക്കെ സ്പീഡിലാക്കാൻ വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഇങ്കൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുണ്ട്. പിന്നെ നമ്മുടെ KMSCL 5 ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാം ടെൻഡർ ചെയ്ത് KMSCL വഴി മേടിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം നമ്മളിത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ സംഭവിച്ചതിനേക്കാളും ലേറ്റായിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തിയിട്ടോ മിനിറ്റ് ചെയ്തിട്ടോ ഒരു കാര്യവും ഇല്ല. അതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും എന്തിനാണോ ഞാൻ ഈ ഒരു മെഷീൻ, അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരാൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത്രയും ആൾക്കാരുടെ ജീവന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ സുഗമമായിട്ട് നടക്കും. ആ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരണം. എന്നാലേ അത് സിസ്റ്റം. ഡോക്ടർ റോസ്ന ബീഗം, സാധാരണ നിലയിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് നമ്മളൊരു സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന 2 വിഭാഗമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുക നിർധനരായ രോഗികൾ, ആളുകൾ, അതായത് വലിയ പണം മുടക്കി സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയാത്ത ആളുകൾ എന്നാണ്. അതുമാത്രമല്ല, ഏറ്റവും മികച്ച ചികിത്സ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്കും ആശ്രയിക്കാൻ കഴിയുന്നതാകണമല്ലോ ഈ ഇത്തരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ. അതായത് ഏറ്റവും വൈദഗ്ധ്യമുള്ള, ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായ ഡോക്ടർമാർ ഉള്ള അവരെ ആശ്രയിക്കാൻ കഴിയുന്നു എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഏത് വേഴ്സ്റ്റ് കേസും വരുമ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നതും അവസാനത്തെ പ്രതീക്ഷയും മനസ്സിൽ കരുതിക്കൊണ്ട് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അവിടെ ഒരു രോഗി പ്രതീക്ഷിക്കുന്ന ഏറ്റവും മിനിമമായ ഒരു കാര്യമുണ്ട്: മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം, സാന്ത്വനത്തോടു കൂടിയുള്ള പെരുമാറ്റം, അവർക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പെരുമാറ്റം, അവരെ കരുതുന്ന ഒരു ആരോഗ്യ വിദഗ്ധനിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ. ഇതൊക്കെ തകിടം മറിഞ്ഞു പോവുകയാണ് പല സർക്കാർ ആശുപത്രികളിലും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ഈ രോഗികൾ പങ്കുവെക്കുന്നുണ്ട്. ഈ 2 പേർ ഇവിടെ വന്നിരിക്കുന്നവർ അത് 10,000-കണക്കിന് വരുന്ന ആളുകളുടെ പ്രതിനിധികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ആ രീതിയിൽ അവർ ടേക്ക് കെയർ ചെയ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ അവിടെ മനസ്സിലാക്കപ്പെടാതെ പോകുന്നത്? അതിന് നമുക്ക് ഈ സാമ്പത്തിക ഞെരുക്കം ഒരു കാരണമായി പറയാൻ പറ്റുമോ? ഒരു ന്യായമായി അവതരിപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, രാത്രി ഡ്യൂട്ടിക്ക് 2 നഴ്സുമാരാണുള്ളതെന്ന്.
അപ്പോൾ ഒരു വാർഡിൽ തറയിൽ പോലും ഉള്ള അത്രയും പേഷ്യൻസ്, ഇഷ്ടംപോലെ പേഷ്യൻസ് ഓരോ അഡ്മിഷനിലും വരുന്നുണ്ട്. നമ്മുടെ കാഷ്വാലിറ്റിയിലെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻസിനെ ടേക്ക് കെയർ ഒക്കെ ചെയ്യാനായിട്ട് 2 പേര് മാത്രമാകുമ്പോൾ അവരുടെ സ്ട്രെസ് എത്രത്തോളമാണ്. 12 മണിക്കൂർ അല്ലെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിസിനിൽ ഇപ്പോൾ 6 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ളവരാണ് ഡ്യൂട്ടി എടുത്ത് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസി നമ്മൾ പല ലെവലിലും അഡ്രസ്സ് ചെയ്തതാണ്. അത് ഡോക്ടേഴ്സിൻ്റെ മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും സപ്പോർട്ടിങ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും വേണം. എന്നാലേ ഈ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഒ പിയിൽ വരുന്നു, 700 പേഷ്യൻസിനെ 3 ഡോക്ടർ കണ്ടാൽ എങ്ങനെയിരിക്കും? എത്ര സമയം ഒരു രോഗിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും? അല്ല മാഡം, നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ മുന്നിലെത്തുന്ന രോഗികൾ പ്രിയപ്പെട്ടവരാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നതോടെ സിസ്റ്റം ശരിയാകുമെന്നാണ്. അങ്ങനെ ചിന്തിക്കണം എല്ലാവരും. നിങ്ങൾ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു ഡോക്ടർ ഹാരിസ് വളരെ സിൻസിയറാണ്. ഡോക്ടർ ഹാരിസ് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യുന്നവർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ് മാക്സിമം ആൾക്കാരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇത്രയും നല്ല രീതിയിൽ പോകുന്നത്. ഇപ്പം നമ്മൾ 2 രോഗികളെ നിങ്ങളിതിൽ കാണിച്ചു. ഇതേപോലെ തന്നെ വളരെ അത്യപൂർവമായ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിൽ എത്ര പാവപ്പെട്ട രോഗികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 1-2 പേരെ നമ്മൾ ഇതിൽ കാണിച്ചോ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാളിച്ചകളിലേക്ക് പോകുന്നത്? അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ശരിയാണ്, ഒറ്റ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ പാളിച്ചകളിലേക്ക് പോകുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കേണ്ടതും ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഒന്നാമത്തെ ഉത്തരവാദിത്തമായി കാണുകയും ചെയ്യുന്ന ഒരു സർക്കാർ സേവന രീതി അല്ലെങ്കിൽ അത് പദ്ധതി എന്ന നിലയിലാണ് നമ്മൾ ഈ ആരോഗ്യ രംഗത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പിഴവ് പോലും എടുത്തു കാണിക്കുന്നതും അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതായത് എല്ലാ ഡെഫിഷ്യൻസീസും കറക്റ്റ് ചെയ്യപ്പെടണം. കറക്റ്റ് ചെയ്തപ്പെട്ട് എല്ലാ രോഗികൾക്ക് ഏറ്റവും മെച്ചമായൊരു സേവനം, ഈ പറയുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സേവനം നമുക്ക് ലഭ്യമാക്കാൻ പറ്റുകയുള്ളൂ. ശരി, വളരെയധികം ഡോക്ടർ ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തതിന്. എനിക്കറിയാം താങ്കൾക്ക് മറ്റു ചില എൻഗേജ്മെന്റ്സ് ഉണ്ടെന്ന് താങ്കൾ അറിയിച്ചിരുന്നു. വളരെയധികം നന്ദി ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ബാബുവിനെ പോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ദുരനുഭവം നേരിട്ട മറ്റൊരു രോഗിയുടെ സഹോദരിയാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അമ്മ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. ഒപ്പം തന്നെ രാമൻകുട്ടി ഡോക്ടറും ശ്രീ ഡിജോ കാപ്പനും നമ്മളോടൊപ്പം തുടരുകയും ചെയ്യും. നമ്മുടെ ചേച്ചി കേൾക്കുന്നുണ്ടോ? അതായത് ഒരു രോഗിയുടെ സഹോദരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി കേൾക്കാമോ? കേൾക്കാം. എന്താണ് സംഭവിച്ചത്? എൻ്റെ ചേട്ടത്തിയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. യൂറോ വിഭാഗത്തിലാണ് കാണിച്ചത്. ചേച്ചിക്ക് മൂത്രത്തിൽ കല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് പോയത്. മാർച്ച് മാസത്തിലാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഓപ്പറേഷൻ മാർച്ച് മാസത്തിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ഓപ്പറേഷനും കൂടെ ഉണ്ടായിരുന്നു. കാരണം മൂത്രത്തിൽ 3 കല്ലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്ലേ അപ്പോഴേ എടുത്തോളൂ. പിന്നെ ഏപ്രിൽ മാസത്തിലേക്ക് പിന്നെ അടുത്ത തുണ്ട് കൊടുത്തു. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ 5-ആം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. 7-ആം തീയതിയിലേക്കാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ എല്ലാ സാധനങ്ങളും വെളിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഓപ്പറേഷന് തിങ്കളാഴ്ച ഓപ്പറേഷൻ ആണെങ്കിൽ ഞായറാഴ്ച തന്നെ ഇതെല്ലാം ഞങ്ങൾ ഓടി കിടന്ന് വെളിയിൽ നിന്ന് മേടിച്ച്. എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയായിരുന്നു. 10 രൂപയ്ക്കകത്ത് തന്നെ പുറത്തുള്ള സാധനങ്ങൾ തന്നെ വാങ്ങി. പിന്നെ അതായത് വെളുപ്പിന് 7 മണിയായപ്പോഴത്തേക്കും കൊണ്ടുപോവുകയും ചെയ്തു. ഓപ്പറേഷന് കൊണ്ടുപോയിട്ട് പക്ഷേ അന്ന് ഓപ്പറേഷൻ നടന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വന്ന സിസ്റ്ററൊക്കെ പറഞ്ഞത് എന്തോ സാങ്കേതിക കാരണത്തിൽ ഇപ്പം ഇല്ല, 2 ദിവസം കൂടെ അടുത്ത ആ ഡോക്ടറുടെ OPയുടെ അന്ന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ 10-ആം തീയതിയാണ് ഓപ്പറേഷൻ ഇതായത്. അപ്പോൾ ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് 3-ൻ്റെ അന്ന് ഡിസ്ചാർജ് ആവും. അപ്പോൾ അതിൻ്റെ തലേന്നാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും പൈസ വേണമെന്ന് പറഞ്ഞു. പൈസ വേണമെന്ന് പറഞ്ഞാൽ ഏതോ മിഷനറി വാങ്ങാനോ അതെന്തോ കേടുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറി ഡോക്ടറെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ പൈസ ചോദിക്കുന്നത്, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ മിഷനറി നിങ്ങൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനിയും പുറമേ വരുന്നവർക്ക് ഓപ്പറേഷന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പൈസ തരണം. അങ്ങനെ 4000-5000 ഒക്കെയാണ് ചോദിച്ചത്. അപ്പം തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടും പിന്നെ
അടുത്ത മാസം പിന്നെ ഒരു ഓപ്പറേഷനും കൂടെ ചേച്ചിക്ക് വേണ്ടി വരും, ഈ മൂത്രത്തിൽ കല്ലെടുക്കുന്നത്. അത് ജൂലൈ 9 വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടും കൂടെ ഞങ്ങൾ 2000 രൂപ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ആ വാർഡിൽ തന്നെ വന്നാണ് ആ പൈസ വാങ്ങി ഞങ്ങൾക്ക് സീലടിച്ച് പേപ്പർ തരികയും ചെയ്തു, പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ള. അങ്ങനെ 2000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല ഈ ചേച്ചി ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി അതായത് പുറത്തുനിന്ന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഡോക്ടറാണോ പറഞ്ഞത്? എല്ലാം കുറിച്ച് തരികയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ബില്ലുകളും തന്നിട്ട് ഇതെല്ലാം നാളത്തേക്ക് ഓപ്പറേഷന് വേണ്ടിയുള്ളത് വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പോയി വെളിയിൽ പിന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് വാങ്ങുന്നത്. അവിടെ ആസ്പത്രിയിലുള്ള പിന്നെ കാരുണ്യ മെഡിക്കലിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ചെറിയ തുച്ഛമായ കുറഞ്ഞ വിലയ്ക്കുള്ള മരുന്നുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ. വിലയുള്ള മരുന്നുകൾ 4000-5000 രൂപയുടെയൊക്കെ മരുന്നുകളെല്ലാം പിന്നെ ഓപ്പറേഷന് വേണ്ടിയുള്ളതെല്ലാം പുറത്തുനിന്നാണ് വാങ്ങിയത്. പിന്നെ ഓപ്പറേഷൻ നേരത്തെ നിശ്ചയിച്ച തീയതി മാറ്റുകയും ചെയ്തു അല്ലേ? മെഡിക്കൽ സ്റ്റോറുകളിലും നമ്മൾ ഗവൺമെന്റ് നേരത്തെ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ച തീയതി മാറ്റിയോ? എന്തോ സാർ, ആ തീയതി മാറ്റിയായിരുന്നു. അതിനെന്താണ് കാരണം പറഞ്ഞത്? തീയതി വെച്ചിരുന്നത്, പിന്നെ എന്തോ അവരൊന്നും പറഞ്ഞില്ല. ഹലോ, അതിന് എന്ത് കാരണം പറഞ്ഞാണ് 7-ാം തീയതിയിലേക്കാണ് വെച്ചിരുന്നത്. അപ്പൊ അന്നത്തേക്ക് വേണ്ടിയുള്ള എല്ലാം. ഹലോ, കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. 7-ാം തീയതി ഏപ്രിൽ 7-ന് വേണ്ടിയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. പക്ഷെ അന്ന് നടത്തിയില്ല. ചേച്ചിയെ റെഡിയാക്കി അകത്ത് കൊണ്ടുപോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇന്നില്ല എന്നും പറഞ്ഞിട്ട് വരും. അവർ തലേന്നേ ഒന്നും ആഹാരവും കഴിക്കാതെ ഇനിമയും വെച്ച് അവർ 11 മണി 12 മണി ആയപ്പോഴത്തേന് അവർ ഇനി പുറത്ത് വന്നു. പിന്നാണ് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞ് ഇനി അടുത്ത ആ ഡോക്ടറുടെ OPD ദിവസമേ കാണത്തോളം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ 2 ദിവസം കൂടെ തങ്ങേണ്ടി വന്നു. പിന്നെ 10-ാം തീയതിയാണ് ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എത്ര രൂപ ചെലവായി കയ്യിൽ നിന്ന്? ചെയ്തു. ഹലോ, കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവായി? കയ്യിൽ നിന്ന് ഒരു 20 രൂപയ്ക്കകത്തെങ്കിലും ചിലവായിട്ടുണ്ട്. ആശുപത്രിയിലെ കാര്യങ്ങൾ തന്നെ, പുറത്തുനിന്ന് വാങ്ങുന്നത് എല്ലാ തുണികളും അതിൻ്റെ ഡ്രസ്സുകളും കമ്പിളി അതും ഇതും എല്ലാം ഒത്തിരി വാങ്ങണമായിരുന്നു. പിന്നെ മരുന്നുകൾ ഇതെല്ലാം ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് യൂറോ വാർഡിൽ എന്താ സാർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. ശരി രാമൻകുട്ടി സാർ, നമ്മുടെ മുന്നിൽ ഈ 2 കേസുകൾ ശരി ചേച്ചി ഒരു മിനിറ്റ്. രാമൻകുട്ടി സാർ, നമ്മുടെ മുന്നിൽ ഈ 2 കേസുകളാണ് ഉള്ളത്. മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രികളിലേതുപോലെ എളുപ്പത്തിൽ ഉപകരണങ്ങൾ വാങ്ങാനാകില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരുന്നത് രോഗികളാണ്. ഇപ്പോൾ ഈ കിഡ്നി സ്റ്റോണുമായി എത്തിയ അവരുടെ 20,000 രൂപയ്ക്കാണ് അവർ ശസ്ത്രക്രിയ നടത്തിയത്. അതും നേരത്തെ പറഞ്ഞത് പിന്നീട് മാറ്റിവെച്ചു. ബാബുവിൻ്റെ കേസിലും ഇതേപോലെ തന്നെ 85,000 രൂപ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ചിലവായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രികളുള്ളതുപോലെ നമുക്ക് വേണ്ടി വന്നാൽ ഉപകരണങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റില്ല എന്ന ആരോഗ്യമന്ത്രിയുടേത് അതിനെ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ താങ്കൾ കാണുന്നത്? ഈ പ്രശ്നം രൂക്ഷമാവുകയാണല്ലോ. അതായത് നമ്മളൊരു പ്രശ്നം ഉണ്ട് എന്ന്, അതൊരു പ്രശ്നമാണെന്ന് അംഗീകരിച്ചാലല്ലേ അതിൻ്റെ സൊല്യൂഷനിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പബ്ലിക്കോ ഡോക്ടർമാരോ അല്ലല്ലോ. അതിനല്ലേ രാഷ്ട്രീയക്കാരും ലെജിസ്ലേറ്റേഴ്സും ഒക്കെ ഉള്ളത്. അതിനുള്ള അവരെ അഡ്വൈസ് ചെയ്യാൻ ബ്യൂറോക്രാറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. ബെറ്റർ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ കേരള ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് കാലാകാലങ്ങളിൽ വലിയ അന്താരാഷ്ട്ര വിദഗ്ധന്മാർ പലരും ഇവിടെ വന്ന് വേൾഡ് ബാങ്കിൻ്റെ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ, യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ പല കമ്മിറ്റികളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പല സ്റ്റേജിലും പല തരത്തിലുള്ള കൺസൾട്ടേഷൻസൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ അന്തിമ ഫലം ഇതുപോലത്തെ ഇതിപ്പോൾ 2 കേസ് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല അത് പബ്ലിക്കിന് മനസ്സിലാവുന്ന ഒരു കേസുകളാണ്. പക്ഷേ നമ്മുടെ അനക്ഡോട്ടലായിട്ട് പലരും ഇതുപോലത്തെ പല കഥകളും നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അത്ര അസാധാരണമായ കാര്യമല്ല. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ച് അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ആലോചിക്കും. ഇപ്പം മന്ത്രി പറഞ്ഞ പോലെ നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ ഇതിന് താമസമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് താമസമുണ്ട്, അതെങ്ങനെ കുറയ്ക്കാൻ കഴിയും? ഇപ്പോൾ ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇപ്പോഴത്തെ ഈ മാനേജ്മെൻറ്റ്
വിദഗ്ധരും ഒക്കെ ഉള്ള കാലത്ത് ഇത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ ഡോക്ടർമാരുടെ ഡ്യൂട്ടിയല്ല. ഡോക്ടർമാരെ സംബന്ധിച്ചോളം അവർ പ്രാഥമികമായി അവർ ഉത്തരം പറയേണ്ട രോഗികളോടാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയാൻ എന്താ പറയണ്ടത്, ഫോഴ്സ്ഡ് ആവുന്നത്, അവർ നിർബന്ധിതരാകുന്നത് വലിയൊരു കഷ്ടമുള്ള ഒരവസ്ഥയാണല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ സിസ്റ്റം നന്നാക്കണം. ഇപ്പം പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ അല്ല ബാബു, അതെ അതാ പറഞ്ഞ, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. ബാബു ഈ രണ്ട് അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ബാബു 2 തവണയാണ് അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയത്. അതല്ലാതെ സർക്കാർ ആശുപത്രികളിൽ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ബാബു? അതെ, ഉണ്ട്. അതായത് എൻ്റെ അമ്മയ്ക്ക് ഒരു 34 വർഷത്തിന് മുമ്പേ 34 വർഷത്തിന് മുമ്പ് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ SIT-ൽ. എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. 34 വർഷത്തിന് മുമ്പ് അവിടെ അന്ന് നമുക്ക് അത്രയും പ്രായമല്ല, എനിക്ക് 57 വയസ്സായി. എന്നാലും ഞാൻ അന്നത്തെ രീതിയല്ല ഇന്ന്, അന്നത്തെ രീതിയല്ല. 34 വർഷത്തിന് മുമ്പുള്ള കഥയെ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവ കഥ പറഞ്ഞതാണ്. അതായത് 2022 ഞാൻ ഇതേപോലെ പോയി എൻ്റെ അമ്മയും കൊണ്ട്. അവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവരൊരു ചെറിയ സഹായമെങ്കിലും എനിക്ക് ചെയ്തു തന്നു 2022. ഇപ്പോൾ പോയി സഹായം ചെയ്യണ്ട, ഈ വരുന്ന സാധനങ്ങൾ മൊത്തം ഔട്ട്സൈഡിൽ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞാൽ സാറേ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. നമ്മൾ അത്ര ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. നമ്മൾ അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഇത് മറ്റുള്ളവർക്കിവിടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുക, ഇനി നാളെ അവിടെ ഈ എന്നെ ഓർത്തോയിൽ 28-ലും 29-ലും 28-ഉം 27-ലും കിടക്കുന്ന രോഗികൾ എത്ര പേരവിടെ കഷ്ടപ്പെടുന്നറിയോ? എത്ര പേര്? 27-ാം വാർഡിൽ 110 ബെഡുണ്ട്. സ്ത്രീകൾ കിടക്കുന്നിടത്ത് 110 ബെഡുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് 28 ആണുങ്ങൾ കിടക്കുന്ന വാർഡ്. ഇവിടെ ഇത്രയും ആൾക്കാർ എവിടെല്ലാം കിടക്കുന്നു സാറിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്ക് നമ്മൾ പട്ടിക്ക് പോലും ഇത്ര വിലയില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഇത് നാളെ ഒരാൾക്ക് ഇങ്ങനെ വരരുത്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് ഇനിയിപ്പോൾ ആഗസ്റ്റ് 8-ാം തീയതി അന്ന് എൻ്റെ അമ്മ ചെക്കപ്പിന് നമുക്ക് മെഡിക്കൽ കോളേജ് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന് തന്നെ ഇപ്പോൾ എൻ്റെ അമ്മ ചെക്കപ്പ് ചെയ്യാതിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാനിന്ന് പിന്നെ എൻ്റെ അമ്മയുടെ 2 കാലും 2028 വലത്തേക്കാലൊടിഞ്ഞ് ഇപ്പോൾ ഇടത്തേക്കാലൊടിഞ്ഞു. അമ്മ നൂന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള നമുക്ക്, അല്ലാതെ വേറൊന്നുമില്ല. അവരുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ. അപ്പോൾ അവർ പറയിപ്പം അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ട്രിപ്പ് ഇടുമ്പോഴത്തേക്ക് ആ സിസ്റ്റർമാരെന്ന് പറയുക, നിങ്ങൾ ആ വള്ളി എടുത്ത് കാറ്റൊന്നും കയറാതെ എടുത്ത് ഒളിച്ച് വെച്ചേക്കണേ, അതൊരു കവറിനകത്തിട്ട് വെക്കണേ. ഒരു രോഗിയുടെ അല്ല, 110 രോഗികൾ കിടക്കുന്നൊരു ബെഡാണ് 27-ാം വാർഡ്. 110 സ്ത്രീകൾ കിടക്കുന്നൊരു വാർഡാണ് 27-ാം വാർഡ്. അതായത് ഓർത്തോ വാർഡ് 3-ാമത്തെ നിലയിൽ. അവിടെ ലിഫ്റ്റ് 2-ാമത്തെ നില വരെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ വരെ ലിഫ്റ്റ് ചെല്ലത്തുള്ളൂ. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കറങ്ങിപ്പോകണം. കറങ്ങിപ്പോയിട്ട് ആ ലിഫ്റ്റ് പ്രവർത്തനമല്ല, ആ രോഗിയെ കൊണ്ടുപോകണ റാമ്പിൽ കൂടെ ഇറങ്ങിപ്പോകണം, ഒരു എക്സ്റേ എടുക്കാനോ മറ്റുള്ള കാര്യത്തിനോ. ശരി ബാബു, ഇങ്ങനെ ഇതേപോലെയുള്ള ദുരനുഭവങ്ങളുള്ള ധാരാളം രോഗികളുണ്ട്. പിന്നെ നേരത്തെ ഡോക്ടർ റോസ്നാരോ ബീഗം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അത്യധ്വാനം ചെയ്യുന്ന 24 മണിക്കൂറും ഈ തൊഴിലിൽ നിൽക്കുന്ന, വളരെ സ്നേഹത്തോടെ രോഗികളെ പരിചരിക്കുന്ന, ആത്മാർത്ഥതയോടെ ഇടപഴകുന്ന ഡോക്ടർമാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരുടെ ഒന്നും സേവനത്തെ നമുക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് വില കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു സർക്കാർ ആശുപത്രിയിൽ ബാബു പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും നന്നായി പ്രവർത്തിക്കണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. ഡിജോ കാപ്പൻ, ഈ ബാബു പറഞ്ഞതനുസരിച്ച് ഓർത്തോ വിഭാഗം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വാർഡിന് തൊട്ട് താഴെ വരെ ലിഫ്റ്റുള്ളൂ. പിന്നെ അതും ഓർത്തോ വിഭാഗത്തിലേക്ക്, അത് ക്ഷതമേറ്റും കാലൊടിഞ്ഞും ഒക്കെ വരുന്ന രോഗികളെ പിന്നെ റാമ്പിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകണം. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രിയിലും സമാനമായ ഒരു സാഹചര്യം. ലിഫ്റ്റ് തകരാറായതുകൊണ്ട് ഡയാലിസിസ് രോഗികളെ ഈ 5-ാം നിലയിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന സ്ഥിതി. അപ്പോൾ അതായത് ഇതിനൊക്കെ ഒരു കാരണം പണമില്ലാത്തതാണ് എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അവിടുത്തെ ചിലരുടെയെങ്കിലും അവരുടെ പെരുമാറ്റം, അവരുടെ പ്രതികരണങ്ങളിലെ ഒരു റാഷണസ്, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ? ഇതൊന്നും നിയന്ത്രിച്ച് നിർത്താൻ ആളുകളില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. ഇനി ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പ്രശ്നത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ്. അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഒരു പ്രതികരണം, സൂപ്രണ്ടിന് ഒരു പ്രതികരണം, DMEക്ക് ഒരു പ്രതികരണം. അതായത് ഒരു പർച്ചേസ്, ഒരു തരത്തിലുള്ള ഈ പർച്ചേസ് ഓർഡറും ബാക്കിയാകുന്നില്ല, ഇതൊന്നും അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു.
ആരോഗ്യമന്ത്രിയെ തന്നെ 6-7 മാസങ്ങൾക്ക് മുമ്പ് കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതാണെന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു. അപ്പോൾ ഇതിൽ മുഴുവൻ പരിശോധിക്കുമ്പോൾ പണമില്ലാത്തത് മാത്രമല്ല ഈ ആശുപത്രികളിലെ കെടുകാര്യസ്ഥതയ്ക്കുള്ള കാരണം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഇത് സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇപ്പം ഗോപീകൃഷ്ണൻ നമ്മുടെ ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഓർക്കുന്നില്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ 2 ദിവസം മുഴുവൻ ലിഫ്റ്റിൽ കുടുങ്ങിയുകൊണ്ട് ദേശാഭിമാനി പത്രം, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ദേശാഭിമാനി പത്രം 5 പ്രാവശ്യം എൻ്റെ വായിച്ചെന്നാണ് പറഞ്ഞു. 2 ദിവസം ഒരു ലിഫ്റ്റിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ കുടുങ്ങിക്കിടന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി ഒരു കെടുകാര്യസ്ഥതയുണ്ടോ? അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലേ നടന്നത്. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ 24 മണിക്കൂറുകളിലും രോഗികൾ വരുമല്ലോ. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന സീനിയർ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ 2 മണി 3 മണി അല്ല 4 മണിയാകുമ്പം അവർക്ക് തീരും. അവർ ആ സമയത്തിന് മടുക്കും. പിന്നീട് വരുന്ന രോഗികളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് PG വിദ്യാർത്ഥികളാണ്, ഹൗസ് സർജൻസി വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഇവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് വേണ്ടി ഗവൺമെൻറ് 6 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ടെന്നാണ്. നമ്മുടെ സ്വകാര്യ മെഡിക്കൽ അവരോട് 8 ലക്ഷം രൂപ മേടിച്ചോളാനാണ് ഇവിടെ ഗവൺമെൻറ് കോടതിയും അവർ അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടിലും അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ ഇപ്പം നമുക്കറിയാം വിദേശത്തോട്ട് വിട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ചിലർ വസ്തു വിറ്റിട്ട്, ചിലർ ലോൺ എടുത്തിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് 1 രൂപ മുടക്ക് സ്റ്റേറ്റിനില്ല അവരെ പഠിപ്പിക്കുന്നതിന്. അവരിവിടെ തിരിച്ചു വരുമ്പം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവർക്ക് രോഗികളെ നോക്കാൻ പറ്റുള്ളൂ, ഹൗസ് സർജൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. വേദനയോടെ ഞാൻ പറയട്ടെ, എന്നോടൊരു ഒരു ഡോക്ടർ കണ്ണുനീരോടെ പറഞ്ഞു, എനിക്ക് വയസ്സ് 25ആയി, ഇത്രയും കാലം എൻ്റെ അപ്പൻ എന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നതിനും ഒക്കെ പണം തന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ 10 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ അപ്പൻ്റെ കൈനീര്. അപ്പം ഞാൻ ചോദിച്ചു, ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടറല്ലേ, അവിടെയാ അങ്കിളെ എനിക്കുള്ള വിഷമം. 25,000 രൂപ ബാക്കി എല്ലാവർക്കും കൊടുക്കുമ്പം ഞങ്ങൾക്ക് 1 രൂപ തരുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസിനെ അങ്ങോട്ട് 7,000 രൂപ മേടിക്കുമെന്നാണ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ചെയ്യുന്ന ജോലി ഇവിടെ പഠിച്ച അതേ ഹൗസ് സർജൻസി ചെയ്യുന്ന അതേ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അവരോട് കാണിക്കുന്ന അനീതിയല്ലേ. അവർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി, അപ്പോൾ അവരും ഈക്വലൻ്റ് ആണ്. ഈ നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരും അല്ലാതെ അല്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരും. അപ്പോൾ ഇവിടെ ചില കോക്കസാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്താം. നമുക്കറിയാം, നമ്മുടെ ഒരു ഹോസ്പിറ്റലിലോട്ട് ചെന്ന് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഉടനെ എഴുതി തരും ഇന്ന ടെസ്റ്റുകൾ, മലം, മൂത്രം, ഇങ്ങനെ ഓരോന്ന് പരിശോധിക്കാൻ പറയും. നമ്മുടെയൊക്കെ നാട്ടിൽ വ്യാപകമായി ഇതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പ്രതിബദ്ധതയുള്ള ഈ ഡോക്ടർ ഹാരിസിനെ പോലെ പ്രതിബദ്ധതയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടൊരു NS അലക്സാണ്ടർ, എനിക്ക് അദ്ദേഹം പാലക്കാരനായതുകൊണ്ട് അറിയാം. അദ്ദേഹം 1999 സർക്കാരിന് ഒരു നിവേദനം കൊടുത്തു. ഇത് യോഗ്യതയുള്ളവരൊന്നും അല്ല എല്ലായിടത്തും. അപ്പോൾ ഇവർ ലാബ് അസിസ്റ്റൻറ്റ് പാസ്സാകാത്ത ആളുകൾ പരിശോധിച്ച റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇല്ലാത്ത രോഗം അല്ലെങ്കിൽ ഉള്ള രോഗം കാണാതെ വരും. അപ്പോൾ അത് വെച്ചാൽ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അത് വലിയ അപകടകരമായ സ്ഥിതി ആയതുകൊണ്ട് അദ്ദേഹം നടന്നിട്ടൊരു നടപടിയില്ലാതെ അദ്ദേഹം E.T. മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. E.T. മുഹമ്മദ് ബഷീർ 2000 കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഉടനെ തന്നെ മന്ത്രി പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഇത് നടപടി സ്വീകരിക്കാൻ പോകുന്നു പറഞ്ഞു. പക്ഷേ ചില ലോബികൾ അതിനെ തടഞ്ഞു വെച്ചു. അവസാനം ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി വന്നു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ് വന്നേ. 6 മാസത്തിനകം ഇതിന് നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 2006 തുടങ്ങിയ കേസ് 2008 ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് 6 മാസത്തിനകം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രപ്പോസലുകൾ വന്നു. അത് കഴിഞ്ഞ് ഇത് ആക്ട് ആകാനായിട്ട് ഇതിൻ്റെ ഫയല് പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ അലക്സാണ്ടറുടെ കയ്യിൽ ഇതിൻ്റെ കുറേ പേപ്പർ ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും കൊടുത്തു. എങ്ങനെയും 2018 വരെ ഇത് വെച്ച് താമസിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം, അവിടെ എക്സിബിറ്റ് ചെയ്യണം, ഓരോന്നിനും എത്ര രൂപ വെച്ച് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ലാബുകൾക്കും ഈ രോഗികളെ ചൂഷണം ചെയ്യാൻ പറ്റിയല്ല. എന്തായാലും 2018 ആക്ട് വന്നു, 2020 റൂള് വന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പലയിടത്തും നോക്കാറുണ്ട്, ഒരിടത്തും ഇത് എക്സിബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചില ലോബികളുടെ കയ്യിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ചില ലോബികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതാണല്ലോ നമ്മൾ ചില ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രോഗികളെക്കാൾ കൂടുതൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അവരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പം ചില ഡോക്ടർമാർ പറയും
എന്നെ കാണാൻ നിങ്ങൾ ആരും വരണ്ട, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദിവസം വൈകിട്ട് 3 മണി കഴിഞ്ഞ് എന്നെ കണ്ടാൽ മതി എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടറാണെങ്കിൽ ഒരാൾ അദ്ദേഹത്തെ വീട്ടിൽ ചെന്നാൽ കാണാൻ പറ്റിയല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു, അപ്പം ഞാൻ പോലും ഒന്ന് വിളിച്ചു വെച്ചാൽ പറയും OP വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെയുള്ള ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു പോയേനെ. അപ്പം ഇങ്ങനെയുള്ള ഞാനത് വായിച്ചു. അദ്ദേഹത്തിന്റെ മകന് തന്നെ കണ്ണാശുപത്രിയിൽ, തൊട്ടടുത്തുള്ള കണ്ണാശുപത്രിയിൽ പോയിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം മറ്റ് രോഗികൾക്കൊപ്പം ക്യൂ നിന്നാണ് മകന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയതെന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞതായി ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. ശ്രീ ഡിജോ. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 2 മക്കളും മെഡിക്കൽ രംഗത്ത് തന്നെയാണ്. അദ്ദേഹം മക്കളോട് പറഞ്ഞിരിക്കുന്നത്, ഈ അദ്ദേഹത്തിന്റെ അളിയന എന്നോട് പറഞ്ഞ, ഒരു കാരണവശാലും സ്വകാര്യ ആശുപത്രി പോകരുത്, നിന്നെയൊക്കെ സർക്കാർ ചെലവിൽ ഇവിടുത്തെ ജനങ്ങൾ, നികുതിദായകര് അവരുടെ പണം കൊണ്ട് പഠിപ്പിച്ചതാ, അതുകൊണ്ട് നിനക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം സർക്കാർ സർവീസിൽ ജോലി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രതിബദ്ധതയുള്ള ഡോക്ടർ അദ്ദേഹത്തിന് ഈ സിസ്റ്റത്തെ നശിപ്പിക്കണമെന്നൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അത് ഞാൻ രാഷ്ട്രീയം പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഇവിടുത്തെ ഒരു DYFI നേതാവോ ഒരു SFI നേതാവോ ഇടുന്നതിനേക്കാൾ തീവ്രമായ പോസ്റ്റായിരുന്നു M സ്വരാജിന് അനുകൂലമായിട്ടിട്ടത്. അപ്പം അങ്ങനെ അത്രയും പ്രതിബദ്ധതയുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു ഡോക്ടർക്ക് പോലും അങ്ങനെ ഇടേണ്ടി വന്നെങ്കിൽ നമ്മുടെ സിസ്റ്റം എത്രമാത്രം അപകടകരമായ രീതിയിലോട്ടാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മകനെ ഓർമ്മപ്പെടുത്തി, ഒരു വിദ്യാർത്ഥി കഠിന വേദന അനുഭവിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന ഒരു സമയത്ത്, ആ സമയത്തിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷം സ്വന്തം അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് അദ്ദേഹം സ്വന്തം മകനെ ഓർത്തു. പക്ഷേ ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം. അങ്ങനെ അദ്ദേഹത്തിനുണ്ടായ ആത്മവേദനയിൽ നിന്നാണ് ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന്. മാത്രമല്ല, അദ്ദേഹം ഇന്നിപ്പോൾ ഈ 3 അംഗ സമിതിക്ക് മുന്നിൽ മൊഴിയെടുത്തപ്പോഴും അതേ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുണ്ട്, അത് ഈ സംവിധാനത്തിന്റെ പോരായ്മയാണ്. ഏതായാലും ശ്രീ ഡിജോ കാപ്പൻ, എനിക്കറിയാം ഈ ഒരു 1 മണിക്കൂർ ചർച്ച കൊണ്ട് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്രയും സങ്കീർണമാണ്, അത്രത്തോളം വഷളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. അത് കേരളത്തിൽ വരുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രോഗികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി അത് മാറിയിരിക്കുന്നു. സർക്കാർ ആശുപത്രികളെ ആശ്രയവുമായി കാണുന്ന രോഗികൾക്ക് മുൻഗണന കൊടുക്കുന്ന, ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുക്കുന്ന, ശ്രദ്ധ വീഴുന്ന ഒരു തിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാകട്ടെ ഈ ചർച്ച. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു.